ആ അമ്മ ഒന്നും പറയണ്ട. ഇന്നലെ ഇക്കനെ കൊണ്ടാൻ പോയിട്ടേ ആകെ നേരം വൈകിന്ന്. പിന്നെ ഇപ്പൊ കുറച്ചു നേരത്തെ ഒന്ന് നീച്ചത് ഞാൻ. ഓലാണ്ട് അങ്ങാടിക്ക് പോയിക്കണ്. ഞങ്ങൾ ഇന്ന് വരുവേ, ഇന്ന് വൈകുന്നേരത്താണ്ട് വരണം വിചാരിക്കണ്ട. അതാ ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞത്. ഇക്ക ആദ്യമായിട്ട് ഗൾഫിൽ പോയി വരികയല്ലേ, അപ്പൊ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ നല്ലപോലെ ഫുഡൊക്കെ ഉണ്ടാക്കണം ട്ടാ. എന്താച്ചാലും നല്ലത് എന്തെങ്കിലുമൊക്കെ ഉണ്ടായി. മന്തിയൊക്കെ വാങ്ങിക്കോളുണ്ട് കുറച്ച്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ബിരിയാണി വെച്ചോളൂ, ഇക്കാക്ക് രണ്ടും ഇഷ്ടാണ്. പിന്നെ ബീഫ് വരട്ടിയതുണ്ടെങ്കി അതും കൂടി വാങ്ങിക്കോളിട്ടാ. പെരേക്ക് ഒരുപാട് സാധനങ്ങളുണ്ട്. അതിനെ ഇപ്പൊ ഇക്ക കൂട്ടുകാരന്റെ കാർ എടുത്തിട്ട് വരട്ടെന്നൊക്കെ പറഞ്ഞ്. കാറിൽ കൊണ്ടേണ്ടി വരും, ബൈക്കുമ്മേണെന്നുണ്ടെങ്കിൽ അതൊന്നും കൊണ്ടാൻ പറ്റൂല. ഓലെ പെരേക്കൊന്നും വാങ്ങിയിട്ടൊന്നുമില്ല. പിന്നെ ഓലെ പെരേക്ക് ഓടിക്കായിട്ടാണ്. നമ്മളെ പെരേക്കുള്ള തന്നെ വാങ്ങിയിട്ടുള്ളൂ. പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള വണ്ടിയും ഒക്കെ ഉണ്ടിട്ട് അതില്. എല്ലാവർക്കും നിങ്ങൾ തന്നെ കൊടുത്തോളുണ്ടു. പിന്നെ കൊറേ ഈത്തപ്പഴം ഉണ്ട്. പിന്നെ പിസ്തയും ബദാമൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ എടുത്ത് വെച്ചോളണ്ടു ട്ടോ. ചായ കുടിച്ച്. ഓല് രാവിലെ പൊറോട്ടയും ബീഫും കൊടുന്നീന്ന്. അപ്പൊ അത് തിന്നുകാണ്ടിരിക്ക. ഓല് പിന്നെ അങ്ങാടിക്ക് പോയിക്കണ് കൂട്ടുകാരന്മാരൊക്കെ ഒന്ന് കാണട്ടെന്ന് പറഞ്ഞിട്ടേ. വൈകുന്നേരം എന്തായാലും വരും. എന്നിട്ട് ഇന്ന് അവിടെ നിക്കുണ്ടാവും. നാളെക്കാരം പോരാ. മോളെ മോളെ ആരെ വിളിക്കണ്ട്, ഞാൻ ഒന്ന് പോയേക്കട്ടെട്ടാ. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം. ശരി. ആരാണത്? നിങ്ങളേന്ന് ഇക്ക ഇവിടെ ഇല്ല. ഞാനതിന് ഓനെ മാത്രം കാണാൻ വന്നോന്നല്ല, അന്നേം കൂടി കാണാച്ചിട്ട് ഇറങ്ങിയതാണ്. പിന്നെ നിങ്ങള് പിന്നെ കാണാൻ വേണ്ടിട്ട് വരൂലല്ലോ. ഇക്ക ഇവിടുന്ന് പോയന്ന് പോയതല്ലേ. പിന്നെ ഇപ്പൊ ഇക്ക വരുന്നത് അറിഞ്ഞിട്ടല്ലേ നിങ്ങള് വന്നത്. അല്ല പിന്നെ കാണാൻ വേണ്ടി വന്നോന്നല്ലല്ലോ. എന്താ മോളെ ഇങ്ങനൊക്കെ പറയണത്? ഇപ്പോഴും അനക്ക് എന്നോടുള്ള തെറ്റ് തീർന്നീല്ലേ? മകനെ കാണാൻ വേണ്ടി വന്നതല്ലേ, മകനെ കണ്ടിട്ടാണ് പൊയ്ക്കോളി. ഇന്നേറ്റ് വല്ലാതെ വർത്താനം പറയാൻ നിക്കണ്ട. ഇവിടെ എവിടെയെങ്കിലും ഇരിക്കണ്ടേ ഇരുന്നോളി. എന്റെ കുട്ടീനെ ഒന്ന് കാണാനുള്ള പൂതി കൊണ്ട് വന്നതാ. ഞാൻ കണ്ടു. 2-2.5 കൊല്ലായിരൊന്നും കണ്ടിട്ട്. ഒരു ദിവസം പോലെ അന്ന് വിളിച്ചിട്ടും കൂടി ഇല്ല. വന്നിക്കണ അറിഞ്ഞപ്പോ ഒന്ന് പൂതി കാണാൻ. എന്തായാലും അവനെ കണ്ടിട്ട് പോവാ. തള്ളക്ക് കെട്ടിയെടുക്കാൻ കണ്ട സമയം എന്നാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്റെ പെരേക്ക് പോവുകയും ചെയ്യാണ്. തള്ളന്ന് ഇവിടുന്ന് പോകൂലേണോ? മക്ക എന്തേലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വാങ്ങിയാണ്ട് പോക്കറ്റിലാക്കാൻ വേണ്ടി വന്നതേക്കാരം. പിന്നെ 5-10 കിട്ടുകയും ചെയ്യല്ലോ. തന്നെ വിളിച്ചറിഞ്ഞില്ല എന്നുള്ള പരാതിയേക്കാരം. ഹലോ, നിങ്ങളെവിടെ? അങ്ങോട്ട് വരി. നിങ്ങളെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ട്. നിങ്ങളെ തള്ള വേറെ ആരാ? എന്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുത്തിക്കണത്? നിങ്ങൾക്ക് അങ്ങോട്ട് ഒന്ന് പോയി കണ്ടുകൂടായിരുന്നില്ലേ? ഞാൻ പറഞ്ഞതാണ് ഇന്നലെ വന്നപ്പോ തന്നെ, ഒന്ന് പോയി ഇങ്ങോട്ട് വന്നോളൂ കൊണ്ടുപോകുന്നു. അതുകൊണ്ടല്ല ഇപ്പൊ ഇങ്ങോട്ട് വന്നിക്കണത്. ഇങ്ങോട്ട് വരുന്നുണ്ടേ വേം വരി. ഞാൻ ചായയും ചോറും ഇങ്ങോട്ട് വരുന്നുണ്ടേ വരി നിങ്ങള്. പിന്നെ ഞാൻ ചായയും ചോറൊക്കെ കൊടുത്തിങ്ങനെ സൽക്കരിക്കാൻ നിക്കല്ല തള്ളനെ. ഒരു സ്വസ്ഥതക്ക് വേണ്ടിട്ട് എങ്ങോട്ട് വീട് വെച്ച് മാറിയത്. അപ്പൊ അത് എങ്ങോട്ട് കെട്ടിയെടുക്കണം. മകൻ വന്നേല്ലേ, എന്തെങ്കിലുമൊക്കെ കണ്ണറച്ച് കൊടുത്തിട്ടുണ്ടാവും എന്നുള്ളത് തള്ളക്കറിയാം. അത് വാങ്ങാൻ വേണ്ടി വിരിയും തൊണ്ടാറും. ഓളെടുക്ക പോയി. ഞാൻ വന്നിട്ടൊരു തുള്ളി വെള്ളം വേണമെന്ന് പോലും ചോദിക്കണില്ല. എപ്പോഴും ഓൾക്ക് എന്നോട് തെറ്റാണല്ലോ. ഞാൻ എന്ത് ചെയ്തിട്ട് അവൾക്ക് എന്നോട് തെറ്റെന്ന് എനിക്ക് മനസ്സിലാവാത്ത. എന്റെ കുട്ടിയൊന്ന് വരട്ടെ.
അതിനെ കണ്ടിട്ട് പോവാം. നിങ്ങളെപ്പോഴാ വന്നത്? ഞാൻ കൊറച്ചേരായി. എന്താ അമ്മാന്റെ കുട്ടിയുടെ പാട്? സുഖല്ല എനിക്ക്? കൊഴപ്പൊന്നുമില്ല. അന്നെ കാണാനുള്ള പൂജ കൊണ്ട് വന്നതാ. നമ്മളടുത്ത് ജമീലാത്തെ പറഞ്ഞ വന്നിക്കണെന്ന്. എന്റെ കൂട്ടുകാരനാണല്ലോ ഓളെ മകൻ. അപ്പൊ ഓൻ പറഞ്ഞതാ അത്രേ ഈ വന്നിക്കണെന്നുള്ളത്. ഓൾ എന്നോട് പറഞ്ഞ് ഉമ്മാന്റെ കുട്ടിനെ കണ്ടിട്ടു ആ സൗണ്ട് ഒന്ന് കേട്ടിട്ടു രണ്ടര കൊല്ലായില്ലേ. അപ്പൊ ഒന്ന് കാണാൻ വേണ്ടിട്ട് വന്നതാണ് ഉമ്മ. ഞാൻ ഓളോട് എന്തെങ്കിലും കുടിക്കാൻ എടുക്കാൻ പറയാ. വേണ്ടേ, ഇക്കൊന്നും വേണ്ടടാ. ഞാൻ എന്നെ കണ്ടുകാണ്ടത് പോവാന്ന് വിചാരിച്ച്. അല്ല എന്നിട്ട് ഓളെ അടുക്കളയിൽ എന്താ പണിയില്ല തോന്നുന്നുണ്ട്. ഞാൻ ഓളെ സൗകര്യം കെടുത്താനൊന്നും പോയിട്ടില്ല. ഞാൻ ഇവിടെ ഇരുന്ന് അയച്ച് വരട്ടേച്ചിട്ട്. വന്നോ മകെ? എന്താ ചോദ്യം? ഇവിടെ വന്നാ? അതെ വരുന്നേ. എന്താ ഈ മക തുള്ളി വെള്ളം എന്തെങ്കിലും കലക്കി കൊടുത്താ ചെല്ല്. വെള്ളം കളിക്കണ പൊടിയൊന്നും ഇല്ല, അതുകൊണ്ട് ഞാൻ കൊടുത്തിട്ടില്ല. എന്നാ ചായ ഉണ്ടാക്കിക്കാളാ. ഈ ചൂടിനാ ചായ കൊടുക്കണത്? പിന്നെ പാലും ഇല്ല. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം എന്തെങ്കിലും എടുത്ത് കുടിച്ചോട്ടെ. എന്നാ കുറച്ച് വെള്ളം കൊടുത്തു കൊടുത്താളാ. ഇമ്മക്ക് കയ്യിന് കുഴപ്പമൊന്നുമില്ലല്ലോ. പിന്നെ ഉമ്മ വന്നിക്കണ മകന്റെ വരേക്കല്ലേ, അപ്പൊ എടുത്തു കുടിച്ചു വെച്ചിട്ടേ ഒന്നും വരാൻ പോണില്ല. അപ്പൊ അതല്ല പണി. അത് സാരമില്ല. ഉമ്മാക്ക് വെള്ളം വേണ്ടാന്ന് ഞാൻ എന്നോട് പറഞ്ഞില്ലേ. ഓക്ക് പെടുക്കാൻ വെഞ്ചായിട്ടേ കരഞ്ഞ് ഞാൻ ഒന്നും കാര്യാക്കണ്ടക്ക് വേണമെന്നുണ്ടെങ്കിൽ തുള്ളി വെള്ളം ഞാൻ അവിടെ എടുത്ത് കുടിച്ചോണ്ട്. എന്താ നിങ്ങളെ പാട്? സുഖല്ലേ നിങ്ങക്ക്? അങ്ങനൊക്കെയാണ് പോണ്. പിന്നെ വിളിച്ചൊന്നും ചെയ്യൂലല്ലാണ്ടൊന്നും. ഇവിടെ ഉണ്ടെങ്കിൽ തന്നെ ചെന്ന് വരും കൂടി ചെയ്യൂലല്ലോ. എന്താ കാട്ട്? ഉമ്മാന്റെ കുട്ടിക്ക് സുഖാവട്ടെ, അതാണ് ഉമ്മാക്ക് കാണേണ്ടത്. എന്നാ ഞാനവിടെ ഇറങ്ങട്ടെ, ജോളോട് പറയും. എന്റെ അടുത്ത് ഒരു 500 ഉറുപ്പ്യ കൊണ്ടുപോയിക്കോളി, അതിന്റെ ഉള്ളു എന്റെ അടുത്ത്. എനിക്കൊന്നും വേണ്ട. ഞാൻ എന്നെ കണ്ടില്ലേ, ഞാൻ അതിനൊന്നിനും വേണ്ടി വന്നോന്നല്ല. എനിക്ക് പൈസയും വേണ്ട, ഒരു മുതലും വേണ്ടേനു. ഞാൻ പോവാഴാ, ബസ് ഇപ്പൊ വരും. അതൊന്നും സാരില്ല, ഞാനില്ലെങ്കിൽ സാധനങ്ങളൊന്നും കൊടുത്തിട്ടില്ല. ഇതെങ്കിലും നിങ്ങൾ ചെക്കൻ്റെ ഒരു കൊണ്ടുപോയിക്കോളി. കാര്യം കണ്ടു കഴിഞ്ഞപ്പോ എങ്ങനെയാണ് കുട്ടിനോട് പറഞ്ഞേക്കായിട്ടില്ലേ വരാത്ത. പാവം കുട്ടിക്ക് സുഖാവട്ടെ. ഞാനായിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടാക്കണ എന്തിനാ? തളൊന്നും പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്റെ പേരേക്കൊന്ന് പോവായി. തളനെ ഇവിടെ ഇങ്ങനെ പിടിച്ച് കെട്ടിയിടണ ആള്. എന്താ ചെയ്യണേ? ഞാൻ അൽമറയിന്ന് പൈസ എടുക്കുക. എന്തിന്? ഉമ്മ കൊടുക്കാനാണ്. നിങ്ങൾ മര്യാദക്ക് ആ പൈസ അവിടെ വെക്കാന്നല്ലേ? ഞാൻ എന്റെ ഉമ്മാക്ക് വേണ്ടിട്ട് മാറ്റി വെച്ച പൈസയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ പേഴ്സിന്ന് കൊടുത്തോളാം. അതിനൊന്നും ഞാൻ സമ്മതിക്കൂല. നിങ്ങളെ ഉമ്മാക്ക് ഇപ്പൊ എന്തിനാ പൈസ? മറ്റുള്ള മക്കളൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ, പിന്നെ എന്തിനാ നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യം? ഓല് കൊടുക്കണ്ടോന്നൊക്കെ അറിയേണ്ട ആവശ്യമില്ല. എന്റെ അടുത്ത് വരുമ്പോ ഞാൻ സമ്മതിക്കൂല നിങ്ങളത് കൊടുക്കാന്. നിക്ക് അവകാശപ്പെട്ട പൈസയാണ്. അപ്പൊ നിക്ക് അറിയാം എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. നിങ്ങൾ അതവിടെ വെക്ക, നിങ്ങൾക്ക് നല്ലത്. നിങ്ങളെ അമ്മക്ക് ഞാൻ കൊടുക്കാൻ ഞാൻ സമ്മതിക്കൂല. പിന്നെ നിങ്ങളെ അമ്മയോട് വേഗം ഇവിടുന്ന് പോവാൻ പറഞ്ഞോളൂണ്ട്. ഇവിടെ അങ്ങനെ നിക്കണ്ട. എടി, എന്നെ കാണാൻ വന്നിട്ട് ഞാൻ എങ്ങനെ ഇത് കൊടുക്കാതിരിക്കാന്ന് പറഞ്ഞേ. അതൊക്കെ ശരിയായിക്കോട്ടെ, നിങ്ങളെ കാണാൻ വേണ്ടി വന്നതൊക്കെ തന്നെയാണ്. കണ്ടില്ലേ, ഇനി പോവാൻ പറയും ഇവിടുന്ന്. നിക്ക് വൈകുന്നേരം എന്റെ പെരേക്കൊന്ന് പോവണം. തള്ള ഇവിടെ വന്ന് ഒന്നിനും സമ്മതിക്കൂല. മര്യാദക്ക് നിങ്ങൾ പോയി പറയാൻ നല്ലത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ മുഖത്ത് നോക്കി പറയും. വല്ലാത്തൊരു സ്വഭാവം തന്നെയാണ് എന്റേത്. തള്ളക്ക് ഇങ്ങനെ പൈസ എടുത്ത് കൊടുക്കായിട്ടാ.
എനിക്കറിയുന്ന ഇതിന് കാട് തള്ള വന്നിട്ടുണ്ടാവുക എന്നുള്ളത്. പിന്നെ പേര് മകനെ കാണാനെന്നുള്ള പേര് ഈ 2 വർഷമായിട്ട് ഞാനാണ്ട് വിളിക്കാൻ തന്നെ സമ്മതിച്ചിട്ടില്ല. അപ്പളാണ് ഇപ്പൊ പൈസ കൊടുക്കണത്. ഞാൻ പറഞ്ഞു കേൾക്കാത്തൊരു മാപ്പിളൊന്നും എനിക്കുണ്ടാവൂല. ഉമ്മ അത് ഓള് ആർക്ക് കൊടുത്തുവെച്ച പൈസ ആ എത്ര? സാരില്ല, ഞാൻ പറഞ്ഞില്ല എന്നോട് ഒന്നും വേണ്ടാന്ന്. കന്നെ കണ്ടാ മാത്രം മതിയായിന്ന്. ഉമ്മാണ്ട് പോട്ടട്ടാ, ചോളോട് പറ. ഇമ്മ ഒരു മുതലിന് വേണ്ടിട്ട് വന്നതല്ല, ഇത് കുട്ടീനൊന്ന് കാണാൻ വേണ്ടിട്ട് വന്നതാണ്. ഒരു കുട്ടി ഇടക്കൊക്കെ ഒന്നാണ്ട് വരുന്നട്ട. ഇമ്മ ഇനി അധികം കാലൊന്നും ഉണ്ടാവൂല. നിങ്ങളല്ല വേറെ ആരമ്മക്കുള്ളത്. പിന്നെ ഉള്ളത് എന്റെ 2 പെമ്മക്കളാണ്. ഐറ്റങ്ങൾ വരലുണ്ട്. പക്ഷെ എന്റെ എല്ലാ മക്കൾക്കും ഒരുപോലെ തന്നെയാണ്. ഈ ജോലൊക്കെ ഒരുപോലെയാണ്. കുട്ടീനെ ഉമ്മക്ക് കാണാതിരിക്കാൻ വെഞ്ചായിട്ടാണ്. എത്ര കാലായി എന്റെ കുട്ടിയുടെ സൗണ്ട് ഒന്നും ഞാൻ കേട്ടിട്ട്. ഉമ്മ പോവാണ്. ഓളോട് പറഞ്ഞാളാ ഉമ്മാക്കൊരു ദേഷ്യവും ഇല്ലാന്ന്. അല്ലെങ്കിലും ഞാൻ എന്തിനാ എല്ലാരോടും ദേഷ്യപ്പെടുന്നത്? എല്ലാരും ഒരുപോലെയാണ്. പിന്നെ ഉമ്മാന്റെ കൂട്ടൊരു കാര്യം ചോദിക്കണം ഓളോട്. എന്ത് തെറ്റായി ഇമ്മ ചെയ്തതെന്ന്. നിങ്ങള് 2ആളും ഇഷ്ടത്തിലാന്ന് പറഞ്ഞിട്ട് ഇപ്പാന്റെ മുന്നിൽ നിന്ന് ഇമ്മല്ലേ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്ത് നിന്നിട്ട് കല്യാണം വരെ നടത്തിയത്. ഇപ്പൊ മരിച്ചൊക്കെ കഴിഞ്ഞല്ലത്. ഉമ്മാക്ക് തോന്നുന്നു വേണ്ടിണ്ടായിരുന്നില്ല. എന്നാലും എന്റെ കുട്ടിക്ക് സുഖാവട്ടെ. ഉമ്മ പോവാ. കുട്ടിക്ക് നല്ലപോലെ കണ്ണടച്ചൊന്ന് കാണാൻ പറ്റിയില്ല. പോയ ഞങ്ങളമ്മ ആ പോയി. അണക്കെന്തായാലും സമാധാനമല്ലോ. ഈ എന്തെങ്ങനെ? പിന്നെ ഞാൻ എങ്ങനെ പറയേണ്ടത്? നിങ്ങളമ്മാന്റെ നിങ്ങളെ പെങ്ങന്മാര് ശല്യം സഹിക്കാൻ വയ്ക്കാതെയാണ് ഇവിടേക്ക് ഒന്ന് പെര കയറ്റി പോകുന്നത്. അപ്പൊ ഇവിടെ സ്വസ്ഥത തരൂല. നിങ്ങൾ വന്നിക്കണെന്ന് പറഞ്ഞിട്ട് 5-10 വാങ്ങാൻ വേണ്ടിട്ട് വന്നതേക്കാരം. അല്ലാതെ നിങ്ങളെ കാണാൻ വേണ്ടിട്ട് വരുന്നൊന്നുമല്ല. അതിനിപ്പോ എന്തമ്മ വരുന്നോണ്ട്? എന്റെ അമ്മ അല്ലേ, എന്റെ അമ്മ വരെന്നെ ചെയ്യൂ. ആണോ? നിങ്ങളമ്മ വരൂലേ? ഒരു കാര്യം കൂടി നിങ്ങൾ ആലോചിച്ചോളി. നിങ്ങള് ഗൾഫ് കിടന്നിട്ട് പണിയെടുത്ത പൈസ ആയിട്ടാണ് ഈ പെര കയറ്റിയത്. ഈ പെര ഇപ്പൊ എന്റെ പേരിലാണ്. അത് നിങ്ങൾ മറക്കണ്ട. നിങ്ങൾ ഇവിടുന്ന് കണ്ട് ഇറങ്ങേണ്ടി വരും നിങ്ങളെ അമ്മാന്റെ കൂടെ. ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട. ഇമ്മാക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ആൾക്കാരൊന്നും ഇവിടെ നിക്കണ്ട. എനിക്ക് ഇഷ്ടമല്ലാത്തൊരു സാധനമാണ് നിങ്ങളമ്മാനെ. വൈകുന്നേരം എന്റെ പെരേക്കൊക്കെ പോകുക തന്നെ വേണം. ആ ഗൾഫിൽ നിന്ന് കൊടുക്കുന്ന സാധനങ്ങളൊക്കെ എന്റെ പെരയെ കൊണ്ടുകൊടുക്കും വേണം. ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ വന്ന് കേറിയോണ്ടേ ഇരിക്കും. ഇപ്പൊ കണ്ടില്ലേ, പുറത്തുനിന്ന് ആരോ പറഞ്ഞറിഞ്ഞാണ്ട് നിങ്ങളമ്മ കേറി വന്നതാണ്. എന്നാ കൈ അറച്ചിട്ട് സാധനങ്ങളായിട്ട് പോവാലോ. ഇനി ഞാൻ എന്തായാലും ജീവനോടെ ഇരിക്കുമ്പോ സമ്മതിക്കൂല. പിന്നെ നിങ്ങൾക്ക് നിങ്ങളമ്മാനെ വേണമെന്നുണ്ടെങ്കിലേ പൊയ്ക്കോളി. നിങ്ങളമ്മ ഉണ്ടല്ലോ ആ തറവാട് വീട്ടില് ആ ഓലപ്പെരയില് കിടക്കണ്. അങ്ങോട്ട് പൊയ്ക്കോളിട്ടോ. ഇതിന്റെ പേരിലുള്ള പെരയും. പക്ഷെ അതൊക്കെ നിക്കാൻ നിന്നാ മതി ഇവിടെ.